ഇപ്പൊ പോകണ്ടേ? ജോലിക്ക് പോകണ്ടേ? പോകണ്ടേ? സൺഡേ അവധിയാ, ഞായറാഴ്ച ദിവസം അവധിയാ. ഓണത്തിന് എത്ര ദിവസം അവധി ഉണ്ടായിരുന്നു? 2. എത്രയേ ഉള്ളായിരുന്നു? അപ്പൊ നിങ്ങൾ ഓണപരിപാടിക്കൊന്നും നിങ്ങൾ പോയില്ലേ? പോയില്ല, പോകാൻ പറ്റിയില്ലെന്നേ. തലേദിവസം എനിക്ക് അവധിയായിരുന്നു. ദിവസം നേരം അവിടെ തിരക്ക് വരുമ്പോ ചെല്ലാതിരിക്കാനാണ്. വീട്ടിൽ പിരിവുകാരുടെ എല്ലാരും പറയുന്ന കേൾക്കാം. വരുന്നുണ്ട് രണ്ടവളുമാര് വരുന്നുണ്ട്. പിരിവോട് പിരിവാ. ഓണം അടുത്ത പിന്നെ പിരിവുകാരേ ഉള്ളൂ. ഓണമെന്നൊന്നും അല്ല, നമുക്കിപ്പോ എല്ലാത്തിനും ഏതിനും ഇപ്പം പിരിവാ, എല്ലാത്തിനും പിരിവ് കൊടുക്കണം. നിങ്ങൾ പിരിവിനെ പറ്റി പറഞ്ഞോണ്ടിരിക്കുന്നത്? ഞങ്ങൾ എപ്പോഴും ഈ പിരിവുകാർ വരുന്ന കാര്യത്തെ പറ്റി ഞങ്ങളും ഒരു പിരിവ് ചോദിക്കാൻ വന്നതാ. ഓണമൊക്കെ അല്ലേ? ഞങ്ങൾക്ക് ഒരു നല്ല ഓണപരിപാടി ഇവിടെ നടത്തുന്നുണ്ട്. നിങ്ങളെല്ലാം സഹകരിപ്പിക്കാനും അതിനുള്ള സംഭാവനയും കൂടെ മേടിക്കാനും ഞങ്ങൾ വന്നത്. പേര് വന്നു ഓണപരിപാടി. ഓണത്തിനല്ലേ വരുന്നല്ലോ, ഓണം കഴിയുമല്ലോ. എന്നാലും കൊടുക്കും. ആഘോഷ പരിപാടി എന്തൊക്കെയാ? എല്ലാ പരിപാടികളും ഉണ്ടായി. ഉണ്ടോ? അത്തപ്പൂ ഇടുന്നുണ്ട്, പിന്നെ മത്സരങ്ങളെല്ലാം ഉണ്ടായി. ചാക്കിലടിയുണ്ട്, വടംവലിയുണ്ട്. ഇതിനെല്ലാം ഒത്തിരി സമ്മാനമൊക്കെ കൊടുക്കണമായിരിക്കുമല്ലോ. പിന്നെ അതിനല്ലേ പിരിവിന് വരുന്നത്. ഈ പിരിവ് മൊത്തം അവിടെ ചെലവഴിക്കുവാ നിങ്ങള്? അവിടെ തന്നെ എടുക്കാനാണോ? വേണ്ടിയല്ല ഈ സമ്മാനം കൊടുക്കുന്ന സാധനങ്ങളൊക്കെ മേടിക്കണ്ടേ. പിന്നെ സന്ധ്യ ആകുമ്പോ ഒരു ചെറിയ മീറ്റിംഗ് ഒക്കെ വെക്കും, അതിനൊക്കെ നമുക്ക് ചെലവല്ലേ. അതിന് ചെലവുണ്ട്. മൈക്ക് വേണം, പിന്നെ ഈ സമ്മാനം കൊടുക്കാൻ ഒരാളെ വിളിക്കണം, ഇതിനെല്ലാം പൈസ വേണ്ടേ. നടത്തുമ്പോ നല്ലതായിട്ടാണ്. എല്ലാരും വരണം കേട്ടോ, സഹകരിക്കാൻ. നിങ്ങളെ ഞങ്ങൾ വിളിക്കാനും കൂടിയാ വന്നത്. ഉച്ചക്ക് സദ്യയൊക്കെ ഉണ്ട് കേട്ടോ. കഴിച്ച് രാവിലത്തെ പരിപാടി കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് ഊണും കഴിഞ്ഞ് പിന്നെ വൈകുന്ന വരെ പരിപാടി, അതെല്ലാം കഴിഞ്ഞ് പോരാ. എല്ലാരും വന്നേക്കണം. പരിപാടി വെക്കാൻ പറ്റുമോ? വയനാട്ടിലെ ആ പ്രശ്നം കാരണം വെക്കുന്നുണ്ടോ? അതിപ്പോ ഒത്തിരി നാളായില്ലേ. ഇനിയിപ്പോ ഓണപരിപാടി നടത്തണമെന്നല്ലേ ഗവൺമെന്റിന്റെ തീരുമാനം. നമ്മള് വലിയ ഇതായിട്ട് നടത്തുന്നില്ലല്ലോ, ആരും ഇവിടൊക്കെ തന്നെ ഒതുങ്ങുന്നേ ഉള്ളൂ. എന്നാ പിന്നെ പിരിവെടുക്കേണ്ട കാര്യമുണ്ടോ? ഞങ്ങള് കുറെ കഴിയുകയാണെങ്കിൽ അതങ്ങ് പറയുക. എല്ലാവർക്കും കൊടുക്കണ്ടേ ചേച്ചി? ഒരാള് തന്നെയല്ലല്ലോ, എല്ലാരും വരുന്നില്ലേ? അതുപോലെ എന്തായാലും ചെയ്യേ. എന്നാ എന്നെയും കൊണ്ട് എടുത്തുകൊണ്ട് കൊണ്ടുവച്ചേ. അഞ്ഞൂറെങ്കിലും ഒരു തന്നാ മതിയായിരുന്നല്ലേ, എന്നാ കാര്യങ്ങളൊക്കെ നടന്നാലേ. എന്നാ തരുവോ? കൊടുക്കുന്നവരൊക്കെ എന്നാ പറയുന്നത്. അവരെല്ലാവർക്കും പിരിവൊക്കെ കൊടുക്കുമെന്നാ കേട്ടത്. നോക്കാം എത്ര കിട്ടുമെന്ന്. ഇപ്പൊ ഇതേ ഉള്ളൂ. ഞാൻ ഒത്തിരി ഇവിടെ എല്ലായിടത്തും ഒക്കെ തപ്പി നോക്കിയിട്ടൊന്നും കിട്ടിയില്ല. ഇത്രേ കിട്ടിയുള്ളൂ. ഇച്ചിരൊക്കെ തരണമെന്നൊക്കെ കൂടെ മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നു. ഇത്രേ കിടപ്പുള്ളൂ ഇപ്പം. അതുകൊണ്ടാണ് കേട്ടോ. ഒന്നും മനസ്സ് വിചാരിക്കുമൊന്നും വേണ്ട. ഇതിലും പ്രതീക്ഷിച്ചായിരിക്കും വന്നത്. പിന്നെ ഞങ്ങൾ പോട്ടെ. ശരി. പ്രതീക്ഷിച്ചു വന്നതാണ്. അവർ തന്നത് കണ്ടോ, 50 രൂപ. എത്ര വീട്ടിൽ നമ്മൾ കയറണം? ഈ 50 കൊണ്ട് നമ്മൾ എത്ര വീട്ടിൽ കയറിയാൽ നമ്മുടെ കാര്യം പറഞ്ഞോണ്ട് ഇറങ്ങിയിരിക്കുക പിരിവിന്. ഈ 50 രൂപ കൊടുത്ത് മൂത്ത് വെച്ച് നോക്കി കയറി പോന്ന ഉപയോഗിച്ചില്ല. ഇതൊക്കെ പരിപാടി നടത്താനാണ് എന്റെ നേരത്തെ അരിവിടുത്ത ആളിച്ചിരി കേമിയായിരുന്നു. ഉള്ള നിങ്ങൾ അവിടെ ഇനി അടുത്ത 2 എണ്ണം വരുന്നുണ്ട്. ഇനി അത് ഇനി എന്നെ വരുവാണ്. നോക്കാം എങ്ങനെയൊക്കെ കിട്ടും നോക്കണം. എന്നാൽ രണ്ടുപേരും കൂടെ കാപ്പിടിയൊക്കെ കഴിഞ്ഞിരിക്കുവാണോ? പണിയെല്ലാം കഴിഞ്ഞോ? അതാ പണിയും കഴിഞ്ഞു. രണ്ടുപേരും കൂടെ ആകുമ്പോ എളുപ്പം അങ്ങ് ചെയ്ത് തീർക്കുമല്ലോ. ചേച്ചി ഞങ്ങള് വന്നതേ ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഈ കിഡ്നി ഒക്കെ ഫെയിലിയർ ആയവർക്ക് വേണ്ടിയിട്ടേ, അവർക്ക് ഡയാലിസിസ് പേഷ്യന്റിന് വേണ്ടി ഒരു സഹായം ചെയ്യാനായിട്ട്. ഇന്ന് 3 പേരാ വന്ന പിരിവുകാര്, 3 കൂട്ടരാ വന്നത്. അങ്ങനെയൊക്കെ ആയിരിക്കും. എന്നാന്ന് പറഞ്ഞാലും വരുമ്പം നമ്മൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കാതെ പറ്റുമോ? എല്ലാരും വലിയ പ്രതീക്ഷയോടാ വരുന്നത്. എല്ലാരും എത്ര വീട്ടിൽ നല്ല സഹകരണമായിരുന്നേ. ഇത് മേലാത്തരാണെന്ന് പറയുമ്പോഴേ ചേച്ചി ഹിന്ദിക്കാരൊക്കെയാണ് നമ്മളത് അന്ന് വീടാന്ന് തന്നു, ആ അമ്മ ഇത് തന്നു, ഈ അമ്മ ഇതൊക്കെ പറയും. നമുക്കിപ്പോ അന്ന് കാണിക്കണ്ടല്ലോ, അറിയാത്തവരായോണ്ട് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാനായിട്ടാ. ഇത് കുടമാളൂരുള്ളവർക്കാ. കുടമാളൂർ യൂണിറ്റുമായിട്ടാണ് ഞങ്ങൾ സഹകരിച്ച് ഈ കളക്ഷനൊക്കെ അവിടെയാണ് ഞങ്ങൾ ഏൽപ്പിക്കുന്നത്. ചേച്ചി പറ്റുന്നൊക്കെ മതി കേട്ടോ. ഇവിടുന്ന് തന്നെയല്ല എല്ലാം വേണ്ടത്. നമുക്ക് ഏരിയടുത്തൊക്കെ നല്ലൊരു അല്ലേ. അവിടെ ചെന്നപ്പോ ഒരു വീട്ടിൽ 6000 രൂപയോ.
ഇപ്പോഴത്തെ സമയം ഒന്നും നടക്കുകയല്ല. ആ സാറേ ഞങ്ങൾക്ക് അറിയാം പരിപാടിയൊക്കെ നടക്കുമല്ലേ ഉള്ളതാട്ടെ. ഒന്നും കൂടെ തപ്പി നോക്കാൻ പറ്റും. ഇതേ ഉള്ളു പിരിവുകാരെ കൊണ്ട് ഇന്ന് തട്ടുകേടായി. ഒരു ഓണക്കൂടി കുറച്ചെടുത്താണ്. ഇല്ല ഇത്ര ഉണ്ടായിരുന്നു. മോശമാണോ? മോൻ ശമ്പളമൊക്കെ കിട്ടിയാണെങ്കിൽ ഒന്നും കൂടെ ഒപ്പിക്കാം. കഴിഞ്ഞു പോയി. പിന്നെ നല്ല ബിജി ചിലപ്പോൾ ഓണം കഴിഞ്ഞതായതുകൊണ്ട് അതുകൊണ്ട് ആ ഇനി എന്റെ ചെലവാട്ടോ ഉള്ളതാണ്. ഇവിടുന്ന് ഞാൻ ഒരു വലിയ തുകയാണ് പ്രതീക്ഷിച്ചത്. ആണോ? ആ ഇനിയും പിന്നീട് കാണോ ഞങ്ങള് വിളിക്കാം. നിങ്ങളുടെ ഫോൺ നമ്പർ തന്നിട്ട് പോയേച്ചാൽ ചായക്ക് ഒറ്റ പ്രാവശ്യം ഇറങ്ങത്തില്ല, പിന്നെ ഇറങ്ങത്തില്ല. ആ ഏതായാലും ചേച്ചി ഞങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പടി എന്നെ ഇത് നോക്കി ചെയ്യണം. ഞാനിത് മോന്റെ പേരിൽ എഴുതിയേക്കുന്നത് കേട്ടോ. അന്ന് ഞാൻ അപ്പൊ ഞങ്ങൾ പൊക്കോട്ടെ. എന്നാ ശരി എന്നാ ഇത് ഉണ്ടാക്കുന്നതാണോ ഇല്ലാന്ന് ഓരോരുത്തരും അങ്ങനെയൊക്കെ എന്തോരം കളിപ്പിക്കുന്നു. ഇതുപോലെ ബിജു തരും, പക്ഷെ ശരിക്കുള്ളതൊന്നും അല്ലായിരിക്കും. എല്ലാം പിരിവേ പിരിവേ പിരിവേ. ഇനിയിപ്പോ എത്ര പേരായി? 4 കൂട്ടരായി. എല്ലാവർക്കും കൊടുക്കണം. എന്നെ വീട്ടുകാരെ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്? എന്നും കൊറേ പിരിവുകാരെ കൊണ്ട് മടുത്തു. ഇന്ന് 4 പേര് 4 കൂട്ടർ വന്നു പിരിവുകാരെ. ഇപ്പൊ നിങ്ങളും ഒക്കെ പിരിവിന് വന്നാന്ന് അറിയാമോ? ഒരു വകയില്ല ഞങ്ങളുടെ തരാനില്ല. എല്ലാവരും ഓണത്തിന് പിരിവാണോ? ഓണപ്പിരിവ് ഫണ്ടില് എന്തോ ക്ലബുകാര് ഓണപരിപാടി മേലാക്കോരായി റെസ്റ്റുകാരോ ഇല്ല ഏതൊക്കെയാ പറയുന്നത് പോലും നമുക്കറിയാം. അതിന് ഏതാണ്ടല്ല ഒത്തിരി പിരിവ് കൊടുക്കണം. എത്ര കൂട്ടരാ വന്നിട്ട് കേട്ടോ. ആ നമ്മളെ കഴിയാവുന്നവരൊക്കെ കൊടുത്തു. ആർക്കെങ്കിലും കൊടുക്കാതിരുന്നോ? ഓ ആർക്കും കൊടുക്കാതൊന്നും വരുന്നില്ല. അതിനനുസരിച്ചൊക്കെ കൊടുക്കണമെന്നേ ഉള്ളൂ. ഇന്ന് ഈ പിരിവാരായാലും എന്തോ ചെയ്യും? ഇവിടെ കണ്ടൊരു കൊച്ചു പഠിക്കുന്നുണ്ട്. 10 വയസ്സ് ആരും ഒന്നും തരുന്നില്ല. എന്തോരം രൂപ വേണമെന്നറിയാമോ? ആ കൊച്ചിന് ചെലവാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നതാ കൊച്ചു പഠിക്കുന്നത്? അവൻ MBBS പഠിക്കുന്നു. എത്ര രൂപ വേണമെന്നറിയാമോ? ഓ നിങ്ങളിങ്ങനെ പ്രകടിപ്പിക്കൊന്നും വേണ്ട. എന്നാന്നറിയോ വെളിച്ചടി വീട് വെക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാ നമുക്കുള്ള സ്ഥലത്തല്ല വീട് വെക്കാനൊക്കെ ഉള്ള വഴി സൈഡാന്ന് പറഞ്ഞത് കളഞ്ഞിട്ട് വേണം. ആണെങ്കിൽ ഒരു പിരിവായി ചെയ്തിട്ടില്ല. നമ്മുടെ ധാരാളം ഞാൻ റിസോർട്ടിൽ ഓണമൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ വീടാണ് സൈഡിൽ പിരി വെക്കുന്ന റോഡ് സൈഡ് അസുഖമാണ്. പക്ഷെ പിരിവാരി ചെയ്തിട്ടില്ല. ഇപ്പൊ വഴി സൈഡ് സ്ഥലം ഉണ്ട്, അവിടെ അല്ലാതെ വെക്കാനൊക്കെ. ഗ്യാസുകാരൊക്കെ സുഖമല്ലേ? ഒരു ഗ്യാസ് ഇങ്ങനെ പെട്ടെന്ന് ഉരുട്ടി കയറിയില്ലേ? ആവശ്യത്തിനല്ലേ വന്ന് കഴിഞ്ഞ് കിട്ടുന്നേ. ഞങ്ങളുടെ വീടാണ് വഴി സൈഡിൽ ഉള്ളിലോട്ട് കേൾക്കണം. ഞങ്ങൾ ഈ കുറ്റി കുട്ടികളും എല്ലാം പാടാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ വല്ല മെഴുക്കെടുക്കുന്നത്? നിങ്ങളുടെ വീട്ടിലാരും പിരിവുകാരും വരാത്തതുകൊണ്ട്. എല്ലാവർക്കും അതിന്റെ ബുദ്ധിമുട്ടുണ്ട്. വഴിയേരി താമസിക്കുന്ന ഒത്തിരി ഗുണമുണ്ട്, ഒത്തിരി ദോഷവുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇനിയും പൊക്കോ. എന്താ വന്നേരം ഇവിടെ ഒരു പിരിവുകാരും ഇല്ല. ഇനിയും 10 പൈസ തരാനും ഇല്ല. ഉള്ളവർക്കെല്ലാം കൊടുത്ത് തീർന്നു. ഇവിടെ ഒരു 10 പൈസ തരാനില്ല. എനിക്കറിയത്തില്ല. അമ്മ എന്താന്ന് വെച്ചാൽ പറഞ്ഞു വിട്ടേരും. ഞാനൊന്നും ഇങ്ങോട്ടൊന്ന് വന്നേ. ചേച്ചി ഇങ്ങനെ പോയ ചേച്ചി ഇനി വന്നേ. ഞങ്ങൾ പറയട്ടെ. ഞങ്ങൾ വന്ന കാര്യം നിങ്ങൾ കേട്ടില്ലല്ലോ. നിങ്ങൾ പറഞ്ഞതിന് മറുപടി പറഞ്ഞു. നിങ്ങൾ വന്ന എന്നതിനാന്ന് അറിയാം, അതുകൊണ്ടാ പറഞ്ഞത്. അല്ല നിങ്ങൾ ചോദിച്ചില്ലല്ലോ. നിങ്ങൾ തിരുവാര കാര്യങ്ങൾക്ക് ഞങ്ങളതിന് മറുപടി പറഞ്ഞു. ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ എന്തിനാ വന്നേന്ന് നിങ്ങൾ തിരക്കുവോ? പിരിവിനാന്ന് അറിയാം. ഇങ്ങനെ ഇന്ന് 4 പേരായി. പോയേക്കല്ലേ ചേച്ചി? വേണ്ട ഏതായാലും നമ്മൾ വന്ന കാര്യം ഒന്ന് ആരെയും പറ. പറയാം. എൻ്റെ പൊന്നി ചേച്ചി, ഞങ്ങളുടെ കുടുംബശ്രീ നിങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ആദ്യമായിട്ട് ഒരു കൊച്ചിന് MBBS എൻട്രൻസ് എഴുതി കിട്ടുന്നത്. അപ്പം ഞങ്ങളുടെ കുടുംബശ്രീ നിന്നൊരു സംഭാവന കൊടുക്കാന്ന് കരുതി ഞങ്ങൾ വന്ന. ചേച്ചി പറഞ്ഞപ്പോഴും പറഞ്ഞല്ലോ. പിന്നെ സോറി, ഞങ്ങളോടത്ത് പിരിവുകാരാന്നും കണ്ടോണ്ടാ ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. ആളും തരാൻ നോക്കി വേണമെങ്കിൽ ദേഷ്യപ്പെടാനായിട്ട് അമ്മയും മകളും കൂട്ടി. ഇതാ. ആരമ്മ അമ്മ മേടിച്ചു. എല്ലാം ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും കുട്ടിയോട് പറയണം. നല്ല രീതിയിൽ പഠിച്ച് നമ്മുടെ പഞ്ചായത്തിന് ഡോക്ടറേറ്റ് കിട്ടാൻ ഞങ്ങൾ ആശംസിക്കുന്നു. ഈ ഒരു കാര്യത്തിനാ വന്നത്. പക്ഷെ നിങ്ങൾ പറഞ്ഞത് മുഴുവൻ ഞങ്ങൾ കേട്ടു. നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓരോരോ സാരമില്ല, അവരുടെ വിഷമം തേടി വന്നതാ. പറഞ്ഞു അപ്പൊ കൊടുത്തതെല്ലാം തിരിച്ചു കിട്ടി കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ അതുകൊണ്ടൊന്നും പരിതപിക്കണ്ട. ഇല്ല ഇല്ല. ശരി, ശരിയല്ലേ? സന്തോഷമായി. എല്ലാവിധ ആശംസകളും ഞങ്ങൾ ഇങ്ങോട്ടൊക്കെ കയറി ഇരിക്കാം. നിങ്ങൾക്ക് ഓരോ ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചിട്ട് പോവാം. ആദ്യമേ വയർ നിറച്ച് മരുന്നുകൾ തന്നു. ഞങ്ങൾക്കൊന്നും വേണ്ട, സന്തോഷം, ഞങ്ങൾ പോവാം. അതൊക്കെ അങ്ങനെയാണ്. അവിടെ വിഷമം കൊണ്ട് അവള് പറഞ്ഞു പോകാം. അത് മനസ്സിലായി. അല്ല, ഇനി ആരെങ്കിലും വരുമ്പോ ഒന്ന് ശ്രദ്ധിക്കുക. തിരുവുകാരാണ് നമുക്ക് തരാനുള്ള ശ്രദ്ധിച്ച് സംസാരിക്കും. ആ അതെ, ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ 3-4 പേരൊക്കെ വരുമ്പോ അങ്ങ് മനസ്സുകൊണ്ടൊന്ന് വരുന്നോണ്ടൊന്ന് പറഞ്ഞു ശരി ചേച്ചി, ഞങ്ങൾ ചായ കുടിച്ച പോലെ ശരി എന്നാലേ. അത് മനസ്സിലായി. അവരുകളൊക്കെ നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടോ?
കവറും കൊണ്ടൊക്കെ ആൾക്കാർ ഇരുന്ന് അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് നോക്കിയിട്ട് സംസാരിക്കുക അതെ അല്ലേ? അതെ അതെ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അപ്പൊ പല പ്രാവശ്യം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കിട്ടും കേട്ടോ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.